നിങ്ങൾ ഡിസൈനിങ്ങിൽ ഒരു ബിഗിനറാണ്. ഡിസൈനിങ് പഠിക്കാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾക്ക് എവിടെയാണ് തുടങ്ങേണ്ടത്? എങ്ങനെയാണ് തുടങ്ങേണ്ടത്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഡിസൈനിങ് നിങ്ങൾക്ക് വളരെ എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡും അതുപോലെ തന്നെ ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നുണ്ടാകും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഡിസൈനിങ്ങിൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മെത്തേഡിലൂടെ ഡിസൈന് വളരെ എളുപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഡിസൈൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം. ഡിസൈന് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നോക്കുന്നുണ്ടാകും. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഡിസൈൻ സ്കില്ലിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫോർമുല കൂടി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ഫോർമുല കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു പക്ഷേ ഒരു പേടിയൊക്കെ ഉണ്ടാവും. എനിക്കിത് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഡിസൈനിങ് ഒന്നും അറിയില്ലല്ലോ. എനിക്ക് അതിൻ്റെ ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെന്നാണെങ്കിൽ അതിനൊക്കെ ഒഴിവാക്കാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. OIC മെത്തേഡ് എന്നാണ് ഇതിന് നമ്മൾ പറയുന്നുണ്ടാവുക. ഈ ഒരു OIC മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഡിസൈൻ എന്ന സ്കില്ല് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സ്കില്ലിനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഓരോ ഘട്ടമായിട്ട് തന്നെയാണ് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒറ്റയടിക്ക് നേരെ ഡിസൈനിലേക്ക് പോവാതെ ഒബ്സർവേഷനും അതുപോലെ തന്നെ ഇമിറ്റേഷനും അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഡിസൈന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിലെ ഓരോ കാര്യങ്ങളെയും എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒബ്സർവേഷൻ ആണ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആണ്. ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പ്രധാനമായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷന് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതെന്താണ് കാര്യം എന്നറിയോ? ഇപ്പം നിങ്ങൾ ചിത്രമൊക്കെ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പം നിങ്ങൾക്ക് അതിയായി ചിത്രം വരയ്ക്കാനൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് ആൾക്കാർ വരച്ചിട്ടുള്ള ചിത്രം നിങ്ങൾ കാണുകയെങ്കിലും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാട്ട് പാടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പാട്ട് പാടാൻ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ കുറച്ച് ആൾക്കാർ പാടിയിട്ടുള്ള പാട്ട് നിങ്ങൾ ആദ്യം കേൾക്കുകയെങ്കിലും ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ്. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഡിസൈനിങ് പഠിക്കണം, ഡിസൈനിങ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ കുറച്ച് ആളുകൾ ചെയ്തിട്ടുള്ള ഡിസൈന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയെങ്കിലും ചെയ്യണം. ഇതൊരു സ്കില്ലാണ്. അപ്പം എല്ലാ മേഖലയിലും ഈ ഒരു ഒബ്സർവേഷൻ സ്കില്ല് ആവശ്യമാണ്. നമ്മളിവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഒരു പോസ്റ്ററിനെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പല സ്ഥലത്തായിട്ട് പല സമയത്തായിട്ട് കുറേ പോസ്റ്റേഴ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം അത്തരത്തിൽ നിങ്ങൾ കാണുന്ന പോസ്റ്റേഴ്സിനെയാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത്. നമുക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ എഴുതിയിട്ടുള്ള ടൈറ്റിൽ എന്താണെന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ഏറ്റവും മുകളിലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സെൻട്രലായിട്ടോ ഏറ്റവും വലുതായിട്ട് കൊടുത്തിട്ടുള്ള വാചകത്തിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുക. അപ്പോൾ ആ ഒരു വാചകം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പല പോസ്റ്ററിൽ പല രീതിയിലായിരിക്കും ഈ ഒരു ടൈറ്റിൽ ഉണ്ടാവുക. ആ ടൈറ്റിൽ എന്താണ്, അതെങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ ഒരു ടൈറ്റിലിൽ കൊടുത്തിട്ടുള്ള ഫോണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ 2 വാചകങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നീഡ് എ കാറ് ഫോർ റെൻറ്റ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇതിൻ്റെ ഫോണ്ട് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഫോണ്ട് വലുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല രണ്ടിനും 2 കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണ്ടിന് ഒരു ചെരിവ് ഇറ്റാലിക് സ്പേസ്, അതായത് ചെറിയൊരു ചെരിവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ ബോൾഡ് ലെറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോണ്ടിൻ്റെ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒബ്സർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ പല പോസ്റ്ററിൽ പല രീതിയിലായിരിക്കും ഫോണ്ടിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ അതിലെ വാചകങ്ങളെ എങ്ങനെയൊക്കെയാണ് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോസ്, അതിലുപയോഗിച്ചിട്ടുള്ള ഐക്കൺസ്, അതിലുപയോഗിച്ചിട്ടുള്ള ഷേപ്പുകൾ. ഇതിനെയൊക്കെ എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് ഒബ്സർവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, മുകളിൽ നിങ്ങൾക്കൊരു ഷേപ്പ് ഇവിടെ ഇങ്ങനെ ഈ രീതിയിലുള്ളൊരു ഷേപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ ഒരു ഷേപ്പ് ആഡ് ചെയ്തിട്ടാണ് ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഫോട്ടോ ഫുള്ളായിട്ടുള്ള ഫോട്ടോ ആണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ താഴെ ഒരു ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടൺ എന്ന് പറയുന്നത് അവർ ഈ പോസ്റ്റർ കണ്ടാൽ എന്താണ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് ആ ഒരു കാര്യത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ CTA എന്നാണ് പറയുക, കോൾ ടു ആക്ഷൻ ബട്ടൺ. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു പോസ്റ്ററിൽ ഫോട്ടോയും ഐക്കണും ഷേപ്പിനെയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ആ ഒരു പോസ്റ്ററിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം, നമ്മൾ ആ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ കണ്ണിൽ പെടുന്നത് എന്താണ്, കണ്ണിലുടക്കുന്ന ആ ഒരു കാര്യം എന്താണ്, നമുക്ക് ആകർഷണം തോന്നുന്ന എന്ത് കാര്യമായിരുന്നു ആ ഒരു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത്. ഇപ്പം ഈ ഒരു പോസ്റ്ററിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഈ ഒരു കാറാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ആകർഷിക്കുന്നത്. ഈ ഒരു കാറാണ്. അപ്പം പെട്ടെന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കാറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാറിന് അതിൻ്റെ കളേഴ്സും ഇതൊക്കെയുള്ള നല്ലൊരു കളർ ഉള്ളൊരു കാറ് കാണുമ്പോൾ അതിനൊന്ന് നോക്കും. പിന്നീട് അത് എന്ത് കാര്യമാണ് എഴുതിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പിന്നീട് നമ്മൾ കടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മളെ ആകർഷിക്കുന്നത്, നമ്മുടെ കണ്ണിൽ പെടുന്നത് ഈ ഒരു കാറാണ്. അപ്പോൾ നിങ്ങൾ പോസ്റ്റേഴ്സിൽ ഒബ്സർവ് ചെയ്യേണ്ടത് എന്ത് കാര്യമാണ് നിങ്ങളെ കണ്ണിലുടക്കുന്നത്, അതായത് നിങ്ങൾക്കൊരു ആകർഷണം തോന്നുന്നത്. നിങ്ങളിത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, കുറേ പോസ്റ്റേഴ്സുകളിലായിട്ട് ഇത്തരത്തിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ പോസ്റ്ററിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പോസ്റ്ററിൽ എഴുതിയിട്ടുള്ള ആ ഒരു മെസ്സേജ്, അതിനെ നിങ്ങൾക്ക് എത്ര സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ ഒരു കാര്യത്തിനെയാണ് നിങ്ങൾ പിന്നീട് ഒബ്സർവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, നീഡ് എ കാർ ഫോർ റെൻറ്റ്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാറ് കണ്ട ഉടനെ തന്നെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരെ മുകളിലത്തെ ഈ ഒരു ഭാഗത്തേക്കായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ അവർ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാർ ആവശ്യമുണ്ടോ, ഇവിടെ റെൻറ്റിന് കാറുണ്ടെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 3 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം ഇതിന് കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല. 3 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് ഓരോ പോസ്റ്ററിലെയും കാര്യങ്ങൾ എത്ര സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ കുറേ പോസ്റ്ററുകളായിട്ട് നിങ്ങൾ ഇത്തരത്തിൽ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതേപോലെയുള്ള 3 സെക്കൻഡ്, അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെസ്സേജിനെ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഒബ്സർവേഷൻ നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധാരാളം പോസ്റ്റേഴ്സൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെബ്സൈറ്റ് കൂടി ഞാൻ പറയാം കേട്ടോ. ഇപ്പം പിൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ പോയിട്ട് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അത് ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ബിഹാൻസ് എന്ന് പറയുന്ന പ്രൊഫഷണൽ കേസ് സ്റ്റഡീസ് അടങ്ങിയിട്ടുള്ള പോസ്റ്റേഴ്സ് അതിലുണ്ടാവും കേട്ടോ. പ്രൊഫഷണൽ ആയിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെ ബിഹാൻസിലുണ്ടാവും. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രീ പിക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് AI വരെ ഇൻബിൽട്ട് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് അതിൽ ഉണ്ടാവാറുണ്ട്. അപ്പം ഫ്രീ പിക്കിലും നിങ്ങൾക്ക് പോസ്റ്റേഴ്സിനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അവനെ ഒബ്സർവ് ചെയ്യാം.
പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അഡ്വർടൈസ്മെൻ്റൊക്കെ വരുന്നുണ്ടാവും പല രീതിയിലുള്ള. അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റേഴ്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയൊക്കെ ചെയ്തിട്ട് അതിനെയും നിങ്ങൾ ഇതേപോലെ ഒബ്സർവ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പോസ്റ്റേഴ്സിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് പറഞ്ഞത്. ഇത് കൂടാതെ ഇപ്പം നിങ്ങൾ പുറത്ത് കാണുന്ന സൈനിങ് ബോർഡുകൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. പോസ്റ്റർ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാം ട്ടോ. ഓക്കെ. ഇപ്പം നമ്മുടെ ആ ഒരു ഒബ്സർവേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കി. ഇപ്പം നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ഐഡിയ വന്നിട്ടുണ്ടാവും. എന്താണ്, എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഐഡിയ വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഫില്ലാക്കിയിട്ട് ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. വളരെ സാവധാനം ഓരോ കാര്യങ്ങളെയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട കാര്യം കൂടിയാണ്. ഇപ്പം നിങ്ങളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവും. പയ്യെ തിന്നാൽ പനയും തിന്നാന്ന്. അതായത് നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സാവധാനത്തിൽ മൈൻഡ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇതൊക്കെ റിലേറ്റ് ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് വളരെ സാവധാനത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ആണ്. അപ്പം ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കോപ്പി അടിക്കുക. കോപ്പി അടിക്കുകയല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ മറ്റുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള ഡിസൈനൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഡിസൈന് നോക്കിയിട്ട് അതേപോലെ പകർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറൊരാളുടെ ഡിസൈൻ അതേപോലെ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയും പബ്ലിഷ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കോപ്പി റൈറ്റൊക്കെ വരുന്നുണ്ടാവും. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഡിസൈനാണ് പബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന 3 ഈസി സ്റ്റെപ്പുകൾ കൂടി ഞാൻ പറയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിലെ ഫോണ്ടുകളെ ഇമിറ്റേറ്റ് ചെയ്യുക. രണ്ടാമത്തത് കളേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിലെ ലേഔട്ടിനെ കൂടി ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ള അതേ പോസ്റ്റർ വെച്ചിട്ട് തന്നെ നോക്കാം. അപ്പം 3 ഈസി ആയിട്ടുള്ള ഇമിറ്റേഷൻ്റെ സ്റ്റെപ്പുകളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പോസ്റ്ററിൽ ഡിസൈനിൽ ഉപയോഗിച്ചിട്ടുള്ള ഫോണ്ടുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഫോണ്ടിനെ എവിടെയാണ് വെച്ചിട്ടുള്ളത്, അപ്പോൾ അതേപോലെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതല്ല എന്നാണെങ്കിൽ ഇതിനെ സെയിം ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയയിലുള്ള മറ്റൊരു തരത്തിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ ഫോണ്ടിനെ ഇവിടെ വെക്കുന്നത് മാത്രമല്ല കേട്ടോ, ഈ യൂസ് ചെയ്തിട്ടുള്ള സെയിം ഫോണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ ഒരു ഫോണ്ടോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഫോണ്ടുകളോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇമിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് കളറുണ്ട്. ഇപ്പോൾ ഫോണ്ടിന് 2 കളറാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റും അതുപോലെ തന്നെ റെഡ് കളറുമാണ് ഫോണ്ടിന് കൊടുത്തിട്ടുള്ളത്. ഇനി താഴെ നിങ്ങൾക്ക് നോക്കിയാൽ ഇതൊക്കെ ഫോട്ടോയിൽ അടങ്ങിയിട്ടുള്ള കളറാണ്. ഇവിടെ ബുക്ക് നൗ എന്നുള്ള എഴുതാൻ വേണ്ടിയിട്ട് വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു റോസ് കളർ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള കളേഴ്സിനെ നിങ്ങൾക്ക് സാമ്യമുള്ള കളേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതേ കളേഴ്സിനെ നിങ്ങൾക്ക് ഇമിറ്റേറ്റ് ചെയ്യുകയോ ചെയ്യാം. ഇനി ലേഔട്ട്, അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലേഔട്ട്. ഇപ്പോൾ ഒരു പോസ്റ്ററിൻ്റെ ലേഔട്ട് എന്ന് പറയുന്നത് അതിൽ വാചകങ്ങളും ഫോട്ടോസും ഐക്കൺസും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു വീട് എടുക്കുകയാണെങ്കിൽ ആ വീട്ടിൻ്റെ ഫൗണ്ടേഷൻ ഒരു പ്ലാന് തയ്യാറാക്കിയിട്ടുണ്ടാവും. ബെഡ്റൂം ഈ സൈഡിലാണ് വേണ്ടത്, ഡൈനിങ് റൂം ഈ സൈഡിലാണ് വേണ്ടത്, ബാത്റൂം ഈ സൈഡിലാണ് വേണ്ടത്, കിച്ചൺ ഈ സൈഡിലാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ലേഔട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ പോസ്റ്ററിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് ലേഔട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ലേഔട്ട് ഉണ്ട് കേട്ടോ. ഈ ഒരു പോസ്റ്ററിനൊരു ലേഔട്ട് ഉണ്ട്. ആ ഒരു ലേഔട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ആ ഒരു സൈസ് എന്ന് പറയുന്നത്, ആ ഒരു ക്യാൻവാസ്. ആ ക്യാൻവാസിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ലേഔട്ട്. ഇവിടെ അവർ ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഭാഗത്ത് അവർ ടെക്സ്റ്റിനെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയും ഭാഗത്ത് ടെക്സ്റ്റാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മുഴുവനായിട്ടും ഫോട്ടോയാണ്. ഇവിടെ താഴ്ഭാഗത്ത് മാത്രമാണ് ഒരു കോൾ ടു ആക്ഷൻ ബട്ടണും പിന്നെ അവരുടെ ആ ഒരു വെബ്സൈറ്റും കൊടുത്തിട്ടുള്ളത്.
ഇവിടെ മാത്രമാണ്. അപ്പം 3 പോർഷനായിട്ടാണുള്ളത്. 3 പോർഷനായിട്ട് ചെയ്തിട്ടുള്ള ഒരു ലേ ഔട്ടാണ്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ തന്നെ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ 1, 2, 3 ഇങ്ങനെ 3 പോർഷനായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതല്ലാന്നാണെങ്കിൽ ഇതിന് സാമ്യമുള്ള രീതിയിലുള്ള മറ്റുള്ള ലേ ഔട്ടുകളെയും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ 1, 2 പ്രാവശ്യം ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഐഡിയാസൊക്കെ വരുന്നുണ്ടാവുക. ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടീസിങ് ആണ് കേട്ടോ. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഇതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേഷൻ ആണ്. അപ്പം നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു ഫോണിൽ ഒരു കുഞ്ഞു പോസ്റ്റർ ഇപ്പോൾ ഇതേപോലെയുള്ള ഇതേ മോഡലിലുള്ള അതായത് പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ട് ഓൺ യുവർ പോസ്റ്റർ നിങ്ങളുടേതായിട്ടുള്ളൊരു പോസ്റ്ററായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ മൊബൈലിലാണ് ചെയ്യുന്നത്. നമ്മളിവിടെ സ്വന്തം പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങളെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 3 സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് കൂടി ഞാൻ പറയാം. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഒന്നാമത്തെ കാര്യം നിങ്ങളൊരു കണ്ടൻറ്റ് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അതിൽ കൊടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന ആ ഒരു മെസ്സേജിനെ ആളുകൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു കണ്ടൻറ്റിനെ നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇത്തരത്തിൽ നമ്മൾ കുറേ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിപ്പം മൂന്നാമത്തെ സ്റ്റേജിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഏത് മെസ്സേജാണ് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസിങ്ങിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കണ്ടൻറ്റിനെ അറേഞ്ച് ചെയ്ത് വെക്കുക. അതിന് ശേഷം കളേഴ്സ്, അതുപോലെ തന്നെ ഫോണ്ട്, ലേ ഔട്ട് ഈ 3 കാര്യങ്ങളും നമുക്ക് നേരത്തെ തീരുമാനിച്ച് വെക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ പിന്നീട് തോന്നുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ ഫോണ്ടൊക്കെ മാറ്റി നോക്കാം, കളേഴ്സിനെയൊക്കെ മാറ്റി നോക്കാം, ലേ ഔട്ടും മാറ്റി വെക്കാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോണ്ട് ഉപയോഗിക്കാം, ഈ ഒരു കളർ ഉപയോഗിക്കാം, ഈ ഒരു ലേ ഔട്ടും ഉപയോഗിക്കാം. ഒരു പച്ച കളർ ഉപയോഗിക്കാം, ഇന്ന ഫോണ്ട് ഉപയോഗിക്കാം, ഈ ഒരു ലേ ഔട്ടിൽ എനിക്കിത് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമേ അങ്ങനെ ഒരു തീരുമാനത്തിൽ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറേയൊക്കെ എളുപ്പമാണ്. പിന്നീട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മാറ്റാം കേട്ടോ. കളേഴ്സിനെ മാറ്റി നോക്കാം. ഏത് കളറാണ് അതിൽ ഏറ്റവും ആപ്റ്റ് ആവുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോണ്ടും കളറും ലേഔട്ടൊക്കെ പിന്നീട് ചേഞ്ച് ചെയ്യാം. പക്ഷേ നമ്മൾ എവിടെയും സ്റ്റക്ക് ആവാൻ പാടില്ല. ആ ഒരു ഫ്ലോയിൽ അങ്ങനെ ഒഴുക്കിൽ അങ്ങനെ പോകണം. തുടങ്ങിക്കഴിഞ്ഞാൽ ഓൺ ഡിസൈൻ നമ്മുടെ സ്വന്തം ഡിസൈൻ ആയതുകൊണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ വിഷ്വൽ മാച്ച് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പം നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഫോട്ടോനെ നന്നായിട്ട് അനലൈസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫോട്ടോനെ എങ്ങനെയാണ് വെച്ചത്, ഏത് ഫോട്ടോയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഐഡിയ വന്നിട്ടുണ്ടാവുമല്ലോ. അത്തരത്തിലൊരു ഫോട്ടോയൊക്കെ നിങ്ങൾ നേരത്തെ എടുത്ത് വെക്കുക. അപ്പം നിങ്ങൾ ഓൺ യുവർ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ നല്ലൊരു ഫോട്ടോ എടുത്ത് വെക്കുക. ഇനി അതല്ല നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് വഴിയൊക്കെ നിങ്ങൾ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രീ പിക്കിലൊക്കെ നിങ്ങൾക്ക് ഫോട്ടോസിനെയൊക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കാം. കാരണം നിങ്ങൾ ഡിസൈൻ ചെയ്തതിന് ശേഷം ഈ ഒരു ഫോട്ടോ പോരാ. അതിന് ശേഷം നിങ്ങൾ കുറേ വെബ്സൈറ്റൊക്കെ തപ്പി നോക്കി ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു മടുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ബ്ലോക്ക് വരുന്ന സമയത്ത്. അപ്പോൾ അതൊന്നും വരാൻ നിൽക്കാതെ നമ്മൾ ആദ്യമേ അറേഞ്ച് ചെയ്തെല്ലാം റെഡിയാക്കി കഴിഞ്ഞാലേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കൂടിയാണ് ഈ കാര്യങ്ങളെ നിങ്ങൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു സിമ്പിൾ പോസ്റ്റർ മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലളിതമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്റർ മേക്കിംഗ് ആപ്പുകൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം ഉള്ള ഓപ്ഷൻസ് ഏകദേശം സെയിം ഓപ്ഷൻസാണ് എല്ലാത്തിലുള്ളത്. അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് ഒന്നും ഒരു ആപ്പും കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഫോണിൽ നിങ്ങളെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഉണ്ടല്ലോ. ഫോട്ടോ എടുത്തതിന് ശേഷം അതിൽ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിലും ചെയ്യാം. അപ്പോൾ അത്രയും ലളിതമായിട്ടുള്ള ഒരു ലേഔട്ടിലാണ് നമ്മൾ ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ എന്ന് പറയുന്ന ആപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഡിസൈനിങ് പ്രൊഫഷണലായിട്ട് അതിൻ്റെ ഏറ്റവും ബേസിക് മുതൽ ഒരു മെൻറ്ററുടെ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഓൾറെഡി 2000-ന് മുകളിൽ ആളുകൾ നല്ല റിസൾട്ടോടു കൂടി പഠിച്ചിറങ്ങിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് പോസ്റ്റർ ഡിസൈനിങ്ങിൻ്റെ ഒരു വലിയ കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ട്. 2000-ന് പുറത്തെ ആൾക്കാരൊക്കെ ഉള്ള ഒക്കെ നമ്മുടെ സ്റ്റുഡൻസാണ്. അപ്പോൾ അവിടെ പോസ്റ്റർ ഡിസൈനിൻ്റെ ചർച്ചകളും ഡിസൈൻ അവർ ചെയ്യുന്ന ഡിസൈനുകളും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെയുള്ള വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കും അംഗമാവാം. അപ്പം ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ഓഫർ ഫീയിലൂടെയൊക്കെ അതിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് വിശദമായിട്ട് അറിയാം. ഓക്കെ, ഇനി നമുക്ക് ഡിസൈനിങ് മൊബൈലിൽ ചെയ്ത് നോക്കാം. ഞാനിവിടെ മൊബൈലിലാണ് ഡിസൈൻ ചെയ്യുന്നത്. മൊബൈലിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്പുകൾ ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങൾക്ക് ഏത് ആപ്പാണോ കംഫർട്ട് ആയിട്ടുള്ളത് ആ ഒരു ആപ്പിൽ ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾ ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്ററിലൊക്കെയാണ് ചെയ്യുന്നത് എങ്കിലും ഇതേ മെത്തേഡ് തന്നെയാണ് നിങ്ങൾ അതിലും യൂസ് ചെയ്യേണ്ടത്. ഞാനിതിലൊരു ഫോട്ടോനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ ആണ് ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് വേണ്ടത് ഇതിനൊരു ക്യാപ്ഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. 2 രീതിയിലാണ് ഈ ഒരു ക്യാപ്ഷൻ ഞാൻ ആഡ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ഹെഡിങ്ങും രണ്ടാമത്തേത് സബ് ഹെഡിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. ആ ഒരു ഹെഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് രണ്ടാമത്തെ വാചകം ഞാൻ അതിൽ ചേർക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യത്തെ വാചകം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ വൈറ്റ് കളറിലേക്ക് മാറ്റുകയാണ്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് കാർ അവൈലബിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി താഴെ നമുക്ക് ഫോർ റെന്റ് എന്ന് കൂടി എഴുതണം. അപ്പം ഞാൻ അതുകൂടി ഒന്ന് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പം ഇപ്പം നമ്മുടെ ആ ഒരു വാചകം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫോണ്ടും അതുപോലെ തന്നെ കളേഴ്സും ഒക്കെ നമുക്കൊന്ന് മാറ്റാം. അപ്പം ആദ്യത്തെ ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞു ഹെഡിങ് ആണിത്. അപ്പോൾ ഈ ഒരു ഹെഡിങ് ഞാൻ വലുതാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ബോൾഡ് ആയിട്ടുള്ള ഫോണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇതിനെ ഞാനൊന്ന് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിനെ ആദ്യം ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റി. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഫോണ്ട് കൂടി ഒന്ന് മാറ്റുന്നുണ്ട്. ഞാനതിൻ്റെ ഫോണ്ട് കൂടി ഇതേപോലെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ചെയ്തതിന് ശേഷം മാക്സിമം നമ്മളതിനെ സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു സബ് ഹെഡിങ്ങിനെ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇതിനെയും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ സൈസ് ഞാനൊന്ന് കുറയ്ക്കുന്നുണ്ട്. ഫോണ്ടിൻ്റെ സൈസും ഞാനൊന്ന് കുറച്ചു. ഇനി നമുക്കതിന് നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള അതേ ഫോണ്ട് കൂടെ ആഡ് ചെയ്യാം. ഫോണ്ടിന് നമുക്ക് ഒരു കളറ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ കളർ ആഡ് ചെയ്യുന്നത് ഞാനൊരു യെല്ലോ കളറാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഹെഡിങ്ങിന് ഡെപ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ കുറച്ച് ഷാഡോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്.
ഒരു ബ്ലാക്ക് കളറുള്ള ഒരു ഷാഡോ തന്നെയാണ് ഞാൻ അതിന് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗത്തിനും ഞാനൊരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ഞാനത് ഷാഡോ എഫക്റ്റ് അല്ല കൊടുക്കുന്നത്. അതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് എടുത്ത് കാണിക്കാൻ പറ്റുന്നൊരു ലിഫ്റ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് ഞാനിതിൽ കൊടുക്കുന്നത്. ഒരു ടെക്സ്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എഫക്റ്റ് ഞാനിപ്പോൾ അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഷാഡോ എഫക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ഷാഡോ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ താഴത്തെ ടെക്സ്റ്റിന് കൊടുത്തിട്ടുള്ളത് ലിഫ്റ്റ് എഫക്റ്റ് ആണ്. താഴ്ഭാഗത്ത് നമ്മൾ നേരത്തെ പോസ്റ്ററിൽ കണ്ട പോലെ അവരെക്കൊണ്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുപ്പിക്കണം. ഇപ്പോൾ അവർ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടോ പറയുന്നതായിട്ടുള്ള ഒരു ബട്ടൺ നമ്മളതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുക, ആ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ടണ് ഞാൻ ഇതേപോലെ സ്ക്രാച്ചിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഈ ഒരു ടൈപ്പ് എലമെൻ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു കളറിനെ ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ ഒരു ബട്ടൺ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ആദ്യം ഇതിനെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ സ്ട്രോക്ക് മാത്രമായിട്ട് ഒരു കളറിനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലാണ് അതിൻ്റെ സ്ട്രോക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു ബോർഡറിൻ്റെ കളർ കൂടി നമുക്ക് മാറ്റാം. ഞാനതിൻ്റെ കളർ കൂടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം നമ്മളൊരു ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു ടെക്സ്റ്റ് കൂടി ആഡ് ചെയ്യാം. കോൾ ചെയ്യാൻ പറയുന്നതോ അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതോ ഒക്കെ ആയിട്ടുള്ള ഇപ്പം ഞാൻ താഴെ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബുക്ക് നൗ എന്ന് പറയുന്നുള്ളൊരു കോൾ ടു ആക്ഷൻ ആണ് കൊടുക്കുന്നത്. ബുക്ക് നൗ എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഒരു എഴുതിയിട്ടുള്ളതിനെ ഞാൻ ഇതേപോലെ താഴേക്ക് കൊണ്ടുവന്ന് സെൻട്രൽ പോർഷനിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം ഇതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ വലിയ അക്ഷരത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഫോണ്ട് കൂടി ഒന്ന് മാറ്റം വരുത്തുന്നുണ്ട്. നമ്മളതിൻ്റെ കളറ് വൈറ്റ് കളർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിന് അപ്പോൾ ആ ഒരു കോൾ ടു ആക്ഷനും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മളെ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് മാത്രം താഴെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. carrent.com എന്നുള്ള ഒരു വെബ്സൈറ്റ് കൂടി ഞാൻ വെറുതെ ഒന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം ഞാൻ അതിനെ ഒന്ന് താഴോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. താഴോട്ട് എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ കളർ കൂടി ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പോസ്റ്റർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിന് ഞാൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കാണിക്കാം. വളരെ ലളിതമായിട്ടുള്ള ഈ ഒരു പോസ്റ്ററാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഞാനതിന് മറുപടി തരുന്നുണ്ടാകും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.